കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കല്ലോട്കാട് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി കാളകളിക്ക് തുടക്കം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KJ രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. കല്ലോട്കാട് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണ മഹോത്സവത്തിന്റെ ഭാഗമായി ഭഗവതിയുടെ ഇഷ്ടകലാരൂപമായ കാളകളിക്ക് തുടക്കം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശം ചുറ്റിയുള്ള കാളകളിക്ക് നീടമ്പുഴ നഗറിൽ മനയപ്പുറം ശിവൻ പിയുടെ വീട്ടിൽ ഭക്തിപൂർവ്വം നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. നേർച്ചയായിട്ട് കാഴ്ചയായിട്ട് ഭഗവതിയുടെ അടുത്തേക്ക് കാളകളിയുമായി എത്തിച്ചേരുന്ന ആ ഒരു കലാരൂപം, പ്രത്യേകിച്ചും കലാരൂപം മാത്രമല്ല, ഇത് വഴിപാട് കൂടിയാണ്. ഈ മണ്ണിന്റെ മക്കളുടെ വേദനയും വിഷമവും അതോടൊപ്പം ഒരു വർഷം മുഴുവൻ പണിയെടുക്കാനും ആ ഐശ്വര്യത്തിലേക്ക് എത്താനും ഒക്കെയായി ദേവിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ അനുഷ്ഠാന കലയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഇവിടെ അഷ്ടമംഗല പ്രശ്നമൊക്കെ വെക്കുന്ന സമയത്ത് ദേവിയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, ഏറ്റവും അനുഗ്രഹം ചൊരിയുന്ന ഒരു കലയാണ്. നമ്മുടെ മക്കൾ അവിടെ എത്തിച്ചേരുന്നതാണ് ഏറ്റവും സന്തോഷമെന്ന് പറയുന്നത്. 30 വർഷമായി ഈ മേഖലയിൽ സജീവമായ ഗോപിയെ പ്രസിഡന്റ് ആദരിച്ചു. എൻ്റെ ഓർമ്മയിൽ അണിഞ്ചൻ കാർന്നവര്, അതുപോലെ തന്നെ ചോഴൻ കാർന്നവര് ഉൾപ്പെടെയുള്ള കാർന്നവന്മാർ സെറ്റാണ് ഈ കലാരൂപങ്ങൾ കാവിലേക്ക് അവതരിപ്പിച്ചു വരുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും തന്നെ പോകുമായിരുന്നു ആചരിച്ചു വരുന്നത്. അതിൻ്റെതായ അനുഗ്രഹവും ഇവർക്ക് ഈ സമുദായത്തിന് തന്നെ ഈ കല്ലൂർക്കാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1-ാം വാർഡ് മെമ്പർ സനിമോൻ VT, കല്ലോട്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത സാബു, SNDP കല്ലോട്കാട് ശാഖാ പ്രസിഡന്റ് P വിജയൻ, BMS ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് C രാജേഷ്, സേവാഭാരതി കല്ലോട്കാട് യൂണിറ്റ് പ്രസിഡന്റ് PR ഗോപാലകൃഷ്ണൻ, KPMS എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം സിജു പെരുമാങ്കണ്ടം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.